afternoon. Good afternoon, Miss. Good afternoon. Good afternoon. അശ്വതി മിസ് ഇല്ല കേട്ടോ, അതാണ് ഞാൻ കയറിയിരിക്കുന്നേ. സ്ക്രീൻ കാണാമോ? കാണാം മിസ്. ഓക്കെ. ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും? Yes, Miss. No. No, miss. Okay. Prayer. Yes. Dear God, thank you for this day. Please guide me, protect me, and help me be kind and strong. Give me peace in my heart, strength in my steps, and hope in my soul. Help me trust you in all things. Thank you. Okay. Thought of the day. Thought of the day. ആരാണ്? തോട്ട് പറയാൻ ആരില്ല. ഞാൻ തന്നെ പറയട്ടെ. ഓക്കെ, പറഞ്ഞോളൂ. The weak can never forgive. Forgiveness is the attribute of Powerful the weapon strong. that you can use. Mahatma Gandhi. Okay, okay. Yes, good afternoon to all. എന്തൊക്കെയുണ്ട് ശേഷം? ഒന്നുമില്ല. ശേഷം സുഖമായിട്ടിരിക്കുന്നു. ഞാനേ കുറച്ച് കഴിയുമ്പോ ഒന്ന് സ്ക്രീൻ ഒന്ന് ഓഫ് ചെയ്യോ കേട്ടോ. എനിക്ക് ഒട്ടും പാടില്ല, തലവേദനത്തിന് രക്ഷയില്ല. മരുന്ന് കഴിച്ചു, പക്ഷെ ഒന്നും കുറയണേ ഇല്ല. രാവിലെ തൊട്ട് തുടങ്ങിയ സ്ക്രീനിലോട്ടേ നോക്കാൻ പറ്റുന്നില്ല നമുക്ക്. കുറച്ച് കഴിയുമ്പോ ഒന്ന് സ്ക്രീൻ ഒന്ന് ഓഫ് ചെയ്യോ കേട്ടോ, അത് പോകരുത്. Okay, miss. ഓക്കെ. ഇവിടെ ഇനി നോക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി ആണ്. മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ഓക്കെ. Education psychology deals with the study of human behavior in educational situations. The selection of particular method depends upon nature of the problem to be studied, then orientation and resourcefulness of the researcher, availability of the material, subjects, time, and financial resources. Okay. ഇനി നമ്മൾ ഇതില് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന്. നമ്മൾ ക്ലാസ് തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് അല്ലെ. It's with the study of human behavior in education situations. വിദ്യാഭ്യാസ സാഹചര്യത്തില് മനുഷ്യരുടെ ബിഹേവിയറിനെ പറ്റിയുള്ള പഠനമാണ് എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് മെത്തേഡുകൾ വരുന്നുണ്ട്. ആ മെത്തേഡ്സിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. നേച്ചർ ഓഫ് ദ പ്രോബ്ലം ടു ബി സ്റ്റഡി എന്താണ്. അപ്പൊ നമ്മൾ ഈ മെത്തേഡുകൾ എടുക്കുന്ന ഓരോ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് മെത്തേഡുകൾ വരുന്നുണ്ട്. ഇൻട്രോസ്പെക്ഷൻ, ഒബ്സർവേഷൻ, ക്ലിനിക്കൽ, കേസ് സ്റ്റഡി, എക്സ്പെരിമെന്റൽ, സയന്റിഫിക്, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് കുറച്ചുകൂടെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഈ മെത്തേഡ്സ് ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്?
ഈ മെത്തേഡ്സിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നേച്ചർ ഓഫ് ദ പ്രോബ്ലം ടു ബി സ്റ്റഡീഡ്. എന്താണ് നേച്ചർ ഓഫ് ദ പ്രോബ്ലം ടു ബി സ്റ്റഡീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പ്രശ്നത്തെയാണോ പഠിക്കാൻ പോകുന്നത് അതിന്റെ സ്വഭാവം നമ്മൾ പഠിച്ചിരിക്കുക. അല്ലെ, എന്തിനെ കുറിച്ചിട്ടാണോ പഠിക്കാൻ പോകുന്നത്, അതായത് പഠിക്കേണ്ട പ്രശ്നത്തിന്റെ സ്വഭാവം, നേച്ചർ എന്താണ്, നേച്ചർ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രശ്നത്തെ സമീപിക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെ, അല്ലാതെ നമ്മൾക്ക് അറിയാതെ പോയി നമുക്ക് ഒന്നും അറിയില്ല, ആ ഒരു കാര്യത്തെ പറ്റി നമ്മൾ ഒന്നും അറിയാതെ പോയി ചെയ്താല് നമുക്ക് അതിൽ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എവിടെയെങ്കിലും ഡിഫിക്കൽട്ടീസ് അനുഭവപ്പെടും. ഓക്കെ, പക്ഷെ നമ്മൾ അതിന്റെ നേച്ചർ, അതിന്റെ സ്വഭാവം എന്താണ്, അത് ഏത് സമയത്ത് എങ്ങനെയാണ് ബിഹേവിയർ കാണിക്കുന്നത്, ആ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും സംഭവിക്കുന്നത് എന്നൊരു നേച്ചർ നമുക്ക് അറിയാമെങ്കിൽ എന്താണ് നമുക്ക് ആ പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഓറിയന്റേഷൻ ആൻഡ് റിസോഴ്സ്ഫുൾനെസ് ഓഫ് ദ റിസർച്ചർ. ഓറിയന്റേഷൻ ആൻഡ് റിസോഴ്സ്ഫുൾനെസ് ഓഫ് ദ റിസർച്ചർ. നമ്മളിപ്പോ പറയുന്നത് ഓരോ മെത്തേഡും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എന്തിനെ കുറിച്ചിട്ട്, എന്തെല്ലാമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, ഓറിയന്റേഷൻ ആൻഡ് റിസോഴ്സ്ഫുൾനെസ് ഓഫ് ദ റിസർച്ചർ. എന്തായാലും ഒരു മെത്തേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് ആരായിരിക്കും, റിസർച്ചർ ആയിരിക്കും അല്ലെ. അപ്പൊ ഒരു റിസർച്ചിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, റിസോഴ്സ് ഉണ്ടായിരിക്കണം അല്ലെ, വിഭവങ്ങൾ, ആവശ്യത്തിനധികം വിഭവങ്ങളുടെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, വെറുതെ ഒരു എക്സ്പെരിമെന്റും ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ, അതിനതിൻ്റെതായിട്ടുള്ള സാമഗ്രികൾ ആവശ്യമാണ്, മെറ്റീരിയൽസ് ആവശ്യമാണ്. അതൊന്നും ഇല്ലാതെ നമുക്ക് ഒരു മെത്തേഡും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, യെസ്. പിന്നെ തേർഡ് വരുന്നത് എന്താണ്, അവൈലബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ സബ്ജക്ട്സ്, ടൈം ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. അവൈലബിലിറ്റി ഓഫ് സെയിം നേരത്തെ പറഞ്ഞ പോയിന്റ് ആയിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ സബ്ജക്ട്സ്, അല്ലെ, മെറ്റീരിയൽ സബ്ജക്ട്സുകൾ ആവശ്യമാണ്. എന്താണ്, ഒരു മെത്തേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെ, സാമഗ്രികൾ. അതോടൊപ്പം തന്നെ എന്താണ്, ടൈം ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സ്. മറ്റൊരു പ്രധാന ഘടകമാണ് എന്ത്, നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയവും, നമുക്ക് അതിനനുസരിച്ചുള്ള സമയവും വേണം, അതിനുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസും അല്ലെ. ഫിനാൻഷ്യലി നമുക്ക് അതിനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കണം. ആ ഒരു മെത്തേഡോ അല്ലെങ്കിൽ എക്സ്പെരിമെന്റോ അല്ലെങ്കിൽ റിസർച്ചോ കണ്ടക്ട് ചെയ്യുന്നതിന് നമുക്ക് എന്ത് വേണം, ഫിനാൻഷ്യലി അത് ഡിപ്പെൻഡഡ് ആണ് അല്ലെ. ഫിനാൻസ് ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. എത്ര ചെറിയ റിസർച്ച് ആണെങ്കിൽ പോലും എന്താണ്, അവിടെ ഒരുവിധം പൈസയിൽ നമുക്ക് അവിടെ കുറച്ചെങ്കിലും ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് അവിടെ വേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ മെത്തേഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കിയത് എന്താണ്, നമ്മൾ എടുക്കുന്ന വിഷയത്തിന്, എടുക്കാൻ പോകുന്ന പഠിക്കാൻ പോകുന്ന മെത്തേഡ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റിന് അതിന്റെ നേച്ചർ എന്താണെന്ന് നമ്മൾ ആദ്യം പഠിക്കണം അല്ലെ. അപ്പൊ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ എന്താണ്, റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്, ആളെങ്ങനെയായിരിക്കണം, റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആളായിരിക്കണം അല്ലെ. വിഭവങ്ങൾ, അതായത് ഗവേഷണയുടെ ആവശ്യത്തിനധികം റിസോഴ്സസ് ഉണ്ടായിരിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ്, അവൈലബിലിറ്റി ഓഫ് ദി മെറ്റീരിയൽ സബ്ജക്ട്സ്, ടൈം ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. മെറ്റീരിയൽ സബ്ജക്ട്സിന്റെ അവൈലബിലിറ്റി, അതോടൊപ്പം തന്നെ ടൈം ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസും വളരെയധികം അത്യാവശ്യമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മള് സൈക്കോളജിയിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഓരോ മെത്തേഡ്സും എക്സ്പെരിമെന്റ്സും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഏതൊരു റിസർച്ചിലും അങ്ങനെ തന്നെയാണ്. സൈക്കോളജിന്ന് മാത്രമല്ല, എന്ത് റിസർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഫിനാൻസ് ആവശ്യമാണ്, റിസോഴ്സ് വേണം. എന്താണോ നമ്മൾ ചെയ്യാൻ പോണതിനെ കുറിച്ച് നമ്മൾക്ക് ആധികാരികമായിട്ട് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ അതിനെ പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിനെ പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കൂ. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? എല്ലാവർക്കും ഇനി ഈ എഡ്യൂക്കേഷൻ സൈക്കോളജി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്, മെത്തേഡ്സ് യൂസിങ് ഇൻ എഡ്യൂക്കേഷൻ സൈക്കോളജി. എന്തൊക്കെ മെത്തേഡ്സ് ആണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ നമ്മൾ പ്രധാനമായിട്ടും അധ്യാപകർ ഉപയോഗിക്കുന്നത്? ഓക്കെ, ഇമ്പോർട്ടന്റ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ എഡ്യൂക്കേഷൻ സൈക്കോളജി: introspection method, clinical case study method, then observation method and differential or survey method, and last ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, എന്താ അവിടെ, experimental or scientific method. അതുകൊണ്ട് എഴുതി ചേർക്കണേ അവിടെ, experimental or scientific method. Okay,
These are the important methods used in education psychology. നമ്മൾ ഓരോ മെത്തേഡ്സും ഓരോന്നായിട്ട് പഠിക്കും. അതിൽ ഫസ്റ്റ് വരുന്ന എന്താണ്? ഇൻട്രോസെപ്ഷൻ മെത്തേഡ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇൻട്രോസെപ്ഷൻ മെത്തേഡ് എന്താണ്? ആത്മപരിശോധന രീതി അല്ലെ? ആത്മപരിശോധന. Yes. The term introception is composed of two words, intro and acception. Intro means inward and acception means looking. Introception means looking within oneself in order to examine one's own thoughts and feelings. Introception gives us direct and prompt knowledge of our mental process without involving any extra cost for the material or apparatus. നിങ്ങൾ ഇൻട്രോസെപ്ഷൻ മെത്തേഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. യെസ്, അയച്ചു. ഓക്കെ, അപ്പൊ ഇൻട്രോസെപ്ഷൻ എന്ന് പറയുന്നതിന്റെ മലയാളമാണ് നമ്മൾ പറഞ്ഞാൽ ആത്മപരിശോധന രീതി. നമ്മൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്താണ് ഇൻട്രോസെപ്ഷൻ അല്ലെങ്കിൽ ആത്മപരിശോധന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? അതുകൊണ്ട് നോക്കാതെ ഒന്ന് പറഞ്ഞേ. ആത്മപരിശോധന എന്ന് പറയുമ്പോൾ തന്നെ എന്താ മനസ്സിലാവുന്നത്? നമ്മൾ തന്നെ നമ്മളെ വിലയിരുത്തണം. നമ്മൾ എന്തിനെ വിലയിരുത്തുന്നു? നമ്മുടെ മാനസികാരോഗ്യത്തെ. നമ്മള് ഉള്ളിലേക്കാണ്. ഇൻട്രോ മീൻസ്, ഇൻട്രോ എന്താണ്? ഇൻട്രോ ഉള്ളിലുള്ളത്, ഇൻസൈഡ്. Perception means looking. Perception means looking. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക, അതാണ് ആത്മപരിശോധന എന്ന് പറയുന്നത് അല്ലെ? അവനവന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് കണ്ടെത്തുക എന്നുള്ളത് മീനിങ് ആണ്. അപ്പൊ the term introspection is composed of two words. രണ്ട് വേർഡ്സിൽ നിന്നാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് അല്ലെ? എങ്ങനെയാണ്? intro and acception. That means introspection. അങ്ങനെയാണ് introspection എന്ന പേരുണ്ടായത്. Intro means inward, ഉള്ളിൽ, and acception means looking, ഉള്ളിലേക്ക് നോക്കുക. Okay, yes. അപ്പൊ ആത്മപരിശോധന രീതി എഡ്യൂക്കേഷൻ സൈക്കോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പൊ ഇത് ആരായിരിക്കും ഇത് കൊണ്ടുവന്നത്? ആരായിരിക്കും കോയിൻ ചെയ്തിരിക്കുന്നത് ഇൻട്രോസെപ്ഷൻ മെത്തേഡ്? അറിയാമോ? നമ്മുടെ ഫാദർ ഓഫ് സൈക്കോളജി ആരാണ് നാം പഠിച്ചത്? മറന്നോ? വില്യം വുണ്ടറ്റ് അല്ലെ? ഫാദർ ഓഫ് സൈക്കോളജി വില്യം വുണ്ടറ്റ് ആണ്. ഇൻട്രോസെപ്ഷൻ മെത്തേഡിന്റെ ഫാദർ ആരാ തന്നെയാണ്? വില്യം വുണ്ടറ്റ് തന്നെയാണ് കേട്ടോ. ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, introspection means looking within oneself in order to examine one's own thoughts and feelings. ഇൻട്രോസെപ്ഷൻ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്? നമ്മൾ പറഞ്ഞു ഉള്ളിലേക്കുള്ള ഒരു പരിശോധനയാണെന്ന് പറഞ്ഞു, ആത്മപരിശോധന. അതെങ്ങനെയാണ്?
ലുക്കിംഗ് വിത്ത് oneself in order to examine one's own thought and feelings. ഉള്ളിലേക്ക് നോക്കിയിട്ട് നമ്മൾ എന്താ കണ്ടെത്തുന്നത്? ഒരാളുടെ ആത്മാവിലേക്ക് നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ മനസ്സിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ എന്താണ് കണ്ടെത്തുന്നത്? one's own thoughts and ചിന്തയും വികാരങ്ങളും yes, നിങ്ങളുടെ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ്, അത് ചിന്തയും വികാരങ്ങളാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. Introspection is give us direct and prompt knowledge of our mental process without involving any extra cost for material or apparatus. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മെന്റൽ പ്രോസസ് ആണ്. ഉള്ളിലേക്ക് ആത്മപരിശോധന നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടോ? ഇത് കേട്ടിട്ടുണ്ടോ? ഹിപ്നോട്ടിസ് ചെയ്യാൻ കേട്ടിട്ടുണ്ടോ? ഹിപ്നോട്ടിസം എന്താ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്? ഇതൊക്കെ ഏകദേശം ഇതൊക്കെ റിലേറ്റഡ് ആണ്. ഈ ഹിപ്നോട്ടിസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ മനസ്സിനകത്തിരിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. യെസ്, ഇത് ഏകദേശം അത് അടുത്ത് തന്നെയാണ് കിടക്കുന്നത് അല്ലെ? പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കുറച്ചും കൂടി വലിയ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആളുടെ ശരിക്കും എന്താ പറയാ എല്ലാ കാര്യവും ഇപ്പൊ ഹിപ്നോട്ടൈസ് ചെയ്യാന്നുള്ള ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ അതിൽ ചെയ്യുന്നത്? ചിലപ്പോ ബ്രെയിൻ ഇഞ്ചുറീസ് ഒക്കെ സംഭവിച്ചവരുണ്ടാവാം, അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും കേസസ് ആയിട്ട് റിലേറ്റഡ് ചെയ്ത് അല്ലെ, എന്തെങ്കിലും കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ക്രൈം ഒക്കെ ആയിട്ട് റിലേറ്റഡ് ചെയ്ത് വരുന്ന കേസസിലാണ് നമ്മൾ എന്താ പറയാ ഹിപ്നോട്ടിസ് ചെയ്യണം. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെയാണ് അതൊക്കെ ചെയ്യാറ്. സൈക്കോളജിക്കൽ മെത്തേഡാണത്. ഓക്കെ, ഇവിടെ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഒരു മെന്റൽ പ്രോസസ് ആണ് അല്ലെ, അത് വേറെ എക്സ്ട്രാ കോസ്റ്റ് ഒന്നും അവിടെ ചെലവാകുന്നില്ല. അതായത് മെറ്റീരിയൽസ് വേണ്ട, എക്സ്ട്രാ പ്രാക്ടീസ് മറ്റു ഉപകരണങ്ങളൊന്നും തന്നെ വേണ്ട. ഒരു ആരുണ്ടായാൽ മതി, ഒരു ഫെസിലിറ്റേറ്റർ സൈക്കോളജിസ്റ്റ് മാത്രം ഉണ്ടായാൽ മതി അല്ലെ? ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് നമ്മൾ ആൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു മെന്റൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ മെന്റലി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ചോദിച്ചിട്ട് നമുക്ക് ആ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. യെസ്, അത് ഫസ്റ്റ് ഒന്നും നമുക്ക് പറ്റിയെന്ന് വരില്ല. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് ഇന്ററാക്ട് ചെയ്ത് ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇയാൾ ഏത് തരം ഫീലിങ്സ് ആണ്, ഏത് തരം ചിന്താഗതിയാണ് അദ്ദേഹത്തിനുള്ളതെന്ന് നമുക്ക് അത് നാച്ചുറൽ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. അതാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ആത്മപരിശോധന എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പരിശോധിക്കണമല്ലേ ഇപ്പൊ? പറയട്ടെ. അപ്പൊ ഹിപ്നോട്ടിസം മാറുമ്പോൾ ഹിപ്നോട്ടിസം എന്ന് പറയുന്നതാണ് ഇതേപോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് അല്ലെ? നമ്മൾ പല കാര്യങ്ങളും ചോദിക്കും. നിങ്ങളുടെ പേരെന്താണ് ചോദിച്ച് കുറെ ചോദിച്ചു കഴിയുമ്പോൾ ആളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഇങ്ങനെ പറയും. അതാണ് ഹിപ്നോട്ടിസ് ചെയ്യുന്നത്. ഇൻട്രോസ്പെക്ഷന്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഹിപ്നോട്ടിസിൽ ഒരാൾ മറ്റൊരാളോട് ചോദിക്കുകയാണ് അല്ലെ? ഇൻട്രോസ്പെക്ഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? നമ്മളോട് തന്നെ ചോദിക്കുന്നത്. നമ്മളോട് തന്നെയാണ് അല്ലെ? സ്വന്തം ചിന്തകളും വികാരങ്ങളും പരിശോധിക്കുന്നതായിട്ട് നമ്മൾ ഉള്ളിലേക്ക് നോക്കുന്നു. അത് തന്നെയാണ് എന്ത്? ഇൻട്രോസ്പെക്ഷൻ. അതായത് ആത്മപരിശോധന എന്ന് പറയുന്നത് നമ്മുടെ മാനസിക പിരിമുറത്തെ പറ്റിയിട്ട് നമുക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി, നമ്മുടെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു മെത്തേഡാണ്. അവിടെ മറ്റു ഉപകരണങ്ങളോ മെറ്റീരിയൽസോ ഒന്നും തന്നെ അവിടെ ആവശ്യമില്ല. ഓക്കെ, പറ്റുമെങ്കിൽ ഇരിക്കുന്ന സമയത്ത്, ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് സ്വയം ഒന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുക കേട്ടോ. ചെയ്ത് നോക്കുന്ന സമയത്ത് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസിലായിരിക്കണം നിങ്ങൾ ഇരിക്കേണ്ടത്. ഓക്കെ, കാം ആൻഡ് ക്വയറ്റ് പ്ലേസിൽ ഇരിക്കുക. വളരെ പീസ്ഫുൾ ആയിട്ട് പ്ലസന്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം മാത്രം അത് സ്വയം സമസമേതിയായിട്ട് ചെയ്യണം. അത് നമ്മളുടെ വികാരങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുക. ചിന്തിച്ച് നമ്മൾ ഉള്ളിലേക്ക് പോകും. അത് ചിന്ത എന്ന് പറയുമ്പോൾ തിങ്കിങ് ഡൈവേർജന്റ് ആയിട്ടൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ കാണാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടുവന്ന് വരും അല്ലെ? ചിന്തിക്കാത്ത കാര്യങ്ങളിലേക്ക് ചിന്തിച്ചു എന്ന് വരും. പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെയാണ് ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും മറക്കരുത്. ആ ഒരു കൺട്രോളിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്. അത് കുറച്ചൊരു ഡിഫറെന്റ് ആണ് ചെയ്യാനായിട്ട്. കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. മനസ്സിനെ അതേപോലെ അതേപോലെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ സമയം കിട്ടുമ്പോ വളരെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തൊക്കെ എപ്പോഴെങ്കിലും എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ലൊരു ടൈം എന്ന് പറയുന്നത് ഒരു ഈവനിങ് ടൈമാണ്. ഈവനിങ് ടൈമിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ ഏർലി മോർണിംഗില് മെത്തേഡിന് ഇരിക്കുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ കണ്ണടച്ചിരുന്നുകൊണ്ട് തന്നെ നമ്മൾ പരിശോധിക്കണം കേട്ടോ. ആത്മാവിനെ കണ്ണടച്ചുകൊണ്ട് തന്നെ പരിശോധിക്കണം. കണ്ണടച്ചിരിക്കുമ്പോ എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും?
കോൺസെൻട്രേഷൻ കിട്ടും, എനർജി നന്നായിട്ട് കിട്ടും അല്ലെ, നല്ല എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഒരു ടൈമാണ്. കണ്ണടച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അപ്പോഴാണ് നമ്മൾ ഏറ്റവും കോൺഷ്യസ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, കണ്ണ് തുറന്നിരിക്കും അത്ര കോൺഷ്യസ് അല്ല, കണ്ണടച്ചിരിക്കുമ്പോഴാണ് കോൺഷ്യസ് ആയിരിക്കുന്നത്. അത് അങ്ങനെ ടെസ്റ്റ് ചെയ്താൽ മാത്രം അറിയാൻ പറ്റുള്ളൂ. അപ്പൊ പറ്റുന്നവരെങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. അപ്പൊ എന്താണ് ഇൻട്രോസെപ്ഷൻ എന്ന് പറയുന്നത്? സ്വന്തം ചിന്തകളും വികാരങ്ങളും പരിശോധിക്കാനായിട്ട് ഉള്ളിലേക്ക് നോക്കുക എന്നൊരു കോൺസെപ്റ്റ് ആണ് എന്താ ഇൻട്രോസെപ്ഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളെ വിചാരങ്ങളെ പറ്റി നമുക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻട്രോസെപ്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായത്? മനസ്സിലായി മിസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന എന്താണ്? ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ മെത്തേഡ്. ഒബ്സർവേഷൻ മീൻസ് എക്സാമിനേഷൻ ഓഫ് സംതിങ് എസ്പെഷ്യലി ഫോർ ദ പർപ്പസ് ഓഫ് കളക്ടിങ് ഡാറ്റ. എന്താണ് ഒബ്സർവേഷൻ മീൻസ്? എക്സാമിനേഷൻ ഓഫ് സംതിങ് എസ്പെഷ്യലി ഫോർ ദ പർപ്പസ് ഓഫ് കളക്ടിങ് ഡാറ്റ. നമ്മൾ ഒബ്സർവ് ചെയ്യാന്ന് പറയുന്നത് എന്തിനാ? observation. What is observation? നമ്മുടെ ചുറ്റിനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിക്കുകയാണ് അല്ലെ. നിരീക്ഷിക്കുക എന്ന് വെച്ചാൽ വളരെ കാണാനായിട്ടായിട്ട് നമ്മൾ അവിടെ എന്ത് നടക്കുന്നു, എന്താണത്, ഇപ്പൊ ഒരു വസ്തു കണ്ടെന്ന് വിചാരിക്കാം. വസ്തുവിനെ കണ്ടതിന് ശേഷം നമ്മൾ വസ്തുവിനെ നന്നായിട്ട് നോക്കുക. അല്ലെങ്കിൽ ഒരു മോണുമെന്റ് ഒക്കെ ആയിക്കോട്ടെ, അതിന്റെ ഷേപ്പ് എന്താണ്, അത് എന്തൊരു സൈസ് ഉണ്ട്, അത് ഏത് കളറിലാണ്, ഏത് ദിശയിലേക്കാണ്, ഏത് ഡയറക്ഷനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അത് എന്ത് രൂപത്തെ പ്രതിനിധീകരിക്കുന്നു, അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും നോക്കാം. അത് എവിടെയാണ് ഇരിക്കുന്നത്, എന്തിനഭിമുഖമായിട്ടാണ് ബേസ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഒബ്സർവ് ചെയ്യും അല്ലെ. ഓക്കെ, അതുപോലെ നേരെ വേറൊരു എക്സാമ്പിൾ പറയാം. ക്ലാസ് മുറിയിൽ കയറിയ ശേഷം, ക്ലാസ് മുറിയിൽ കുറെ കുട്ടികൾ ക്ലാസ് ഇരിക്കുന്നുണ്ട്. നമ്മൾ കയറിയ വശം കുട്ടികള് നമ്മള് ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് കുട്ടികൾ അവിടെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന ശേഷം കുറച്ച് സമയം അധ്യാപകരൊന്നും അനങ്ങാതെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ക്ലാസ്സിലേക്ക് കയറി കഴിഞ്ഞ് കുറച്ച് നേരം അനങ്ങാതെ നിൽക്കുകയാണ്. അനങ്ങാതെ നിൽക്കുകയല്ല ശരിക്കും, അവരോട് ഒബ്സർവ് ചെയ്യാണ് അല്ലെ. ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട്, ബോയ്സ് ഉണ്ടെങ്കിൽ ബോയ്സ്, ഗേൾസ് ഉണ്ടെങ്കിൽ ഗേൾസ്, കംപ്ലീറ്റ്ലി അന്ന് കണ്ണുകൊണ്ടാണ് അല്ലെ. നമ്മൾ കണ്ണുകൊണ്ട് ചുറ്റും ഐസിനെ പല സ്ഥലത്തേക്ക് നമുക്ക് എന്താണ് ഡൈവേർട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഒബ്സർവേഷൻ ചെയ്യുന്നത്. ആ ഒബ്സർവേഷൻ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ടുണ്ടാവും അല്ലെ. കറക്റ്റ് ആയിട്ട് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കുട്ടികൾ എന്തെങ്കിലും ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തക്കേടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുസൃതി കാണിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ അത് എങ്ങനെയാണ് നമ്മൾ കണ്ടത്? നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോഴാണ് നമ്മളത് കണ്ടത്. ഓക്കെ, അല്ലാതെ നമ്മൾ വെറുതെ ക്ലാസ്സിൽ പോയിരുന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ എഴുതി അവിടെ ഒരു ഒബ്സർവേഷൻ നടക്കുന്നില്ല. ടീച്ചർ കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. ടീച്ചറിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ വെച്ചല്ലേ, കണ്ണ് വെച്ചിട്ട് ടീച്ചർ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ, ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒബ്സർവേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ നിരീക്ഷണത്തിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒബ്സർവേഷനെ പല ടൈപ്സിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അത് പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും കേട്ടോ. ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ 4 കാറ്റഗറീസിൽ വരുന്നുണ്ട്. ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ 4 എണ്ണമാണ്. എന്തൊക്കെയാണ്? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, controlled observation and uncontrolled observation. Okay, participant observation, non-participant observation and controlled observation, uncontrolled observation. ഇതൊക്കെ ഓരോന്ന് എന്താണെന്ന് നോക്കണം. അതിലത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ്. എന്തായിരിക്കും പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ കുട്ടികളുടെ കൂടെ പങ്കെടുത്തുകൊണ്ടുള്ള നിരീക്ഷണം. യെസ്, വെരി ഗുഡ്. അതൊന്ന് നോട്ട് ചെയ്തെടുക്കണം കേട്ടോ. എ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്താണെന്നാണ് പറയുന്നത് ടീച്ചർ. എ മെത്തേഡ് ഓഫ് ഒബ്സർവേഷൻ എഴുതിപ്പോയിക്കോളൂ കേട്ടോ. എ മെത്തേഡ് ഓഫ് ഒബ്സർവേഷൻ a method of data collection, where the researcher, where the researcher
where the researcher participants in the activity being studied. ഒന്നുകൂടി പറയാം. A method of data collection where the researcher participants in the activity being studied. Participants in the activity being being studied. Activity being studied. Okay. എന്താണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ? എഴുതി കഴിഞ്ഞോ? യെസ് മിസ്. ഒന്ന് പറഞ്ഞേ, ഇപ്പൊ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒന്ന് പറയാൻ പറ്റുമോ നോക്കി. എന്താണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ? നമ്മളൊരു കാര്യത്തിൽ ഒരു ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അല്ലെ പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന നിരീക്ഷണമാണെന്ത്? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ അല്ലെ, പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു ആക്ടിവിറ്റിയിൽ പങ്കെടുത്തുകൊണ്ട് ആ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഓക്കെ, മനസ്സിലായോ? യെസ്. ഇനി അപ്പൊ നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്തായിരിക്കും? നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ നോട്ട് ചെയ്തോളൂ കേട്ടോ. നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്താണ്? എ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പോയിന്റ്സ്. എ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ where the researcher method of data collection where the researcher observe participants without participating. Observe participants without participating. Observes participants without participating. എന്താണ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ? ഇതൊരു ഡാറ്റ കളക്ഷൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ്. എങ്ങനെയാണ് നമ്മൾ ഒബ്സർവേഷൻ നടത്തുന്നത്? ഇവിടെ നമ്മൾ അവിടെ പോയിട്ടാണ് ഒബ്സർവേഷൻ നടത്തുന്നത്? അല്ല, പങ്കെടുക്കാതെ നടത്തുന്ന നിരീക്ഷണമാണ് എന്ത്? നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ സാന്നിധ്യം അവിടെ ഇല്ല. നമ്മള് നോൺ പാർട്ടിസിപ്പന്റ് ആണ്. അവിടെ പങ്കെടുക്കുന്നില്ല. പങ്കെടുക്കാതെ നടത്തുന്നത് നമ്മള് ചിന്തിച്ചു കണ്ടെത്താണ് അല്ലെ അവിടെ ഇന്ന കാര്യങ്ങളായിരിക്കും നടക്കുന്നത് എന്ന് നമ്മള് മനസ്സാലിങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ഒബ്സർവേഷൻ നടത്തുന്നത്. ഓക്കെ, ഇതാണ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. വിത്തൗട്ട് പാർട്ടിസിപ്പേറ്റിംഗ്. ഓക്കെ, ഇനി എന്താണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ? Controlled observation. Note here, a method of data collection where the researcher observe participants in a controlled environment. Method of data collection where the researcher observes participants in a controlled environment.
എന്തായിരിക്കും അപ്പൊ കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്? നിയന്ത്രിതമായുള്ള ഒരു ചുറ്റുപാടിൽ നമ്മൾ നിരീക്ഷണം നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? കൺട്രോൾഡ് എന്ന് പറയുന്നത്. അല്ലെ? നിയന്ത്രിതമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. കൺട്രോൾഡ് എൻവയോൺമെന്റിൽ നടത്തപ്പെടുന്ന നിരീക്ഷണമാണ് എന്ത്? കൺട്രോൾഡ് ഒബ്സർവേഷൻ അഥവാ നിയന്ത്രണ നിരീക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്തായിരിക്കും? അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്തായിരിക്കും? നിയന്ത്രണമില്ലാതെ. നിയന്ത്രണമില്ലാതെ അല്ലെ? A method of data collection where the researcher observes participants in a natural setting a method of data collection where the researcher observes participants in a natural settings. എന്തായിരിക്കും കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്? മിസ് ഒന്നും കൂടി പറയോ? ബ്രേക്ക് ഉണ്ട്. A method of data collection where the researcher അവിടെ വരെ എഴുതിയോ? അവിടെ വരെ എഴുതി. observes participants in a natural settings. ഓക്കെ. എന്താണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺട്രോൾഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നടത്തപ്പെടുന്ന നിരീക്ഷണമാണ് അല്ലെങ്കിൽ റിസർച്ച് ആണ് എന്താ കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? അനിയന്ത്രിതമാണ് അല്ലെ? അവിടെ നിയന്ത്രണങ്ങൾ ഇല്ല അല്ലെ? ഒരു നാച്ചുറൽ സെറ്റിംഗ്സിൽ നടക്കുന്ന ഒരു സ്വാഭാവിക പ്രതിഭാസമാണ് എന്ത്? അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. അവിടെ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളും നമുക്ക് ഇല്ല. എങ്ങനെ വേണമെങ്കിലും എന്താണ് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, these are the 4 types of observation. അപ്പൊ ഒബ്സർവേഷന് നമ്മൾ 4 കാറ്റഗറീസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, അതായത് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ഫോർ ദി റിസർച്ച് പാർട്ടിസിപ്പന്റ് ഇൻ ആക്ടിവിംഗ് ബീയിങ്സ്. അതിൽ നമ്മൾ എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒബ്സർവേഷൻ ആണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ അല്ലെ? നമ്മളുടെ ഒരു പങ്കാളിത്തം അവിടെ ഉണ്ട്. നോൺ പാർട്ടിസിപ്പന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വിത്തൗട്ട് പാർട്ടിസിപ്പേറ്റിംഗ് അല്ലെ? നമ്മളെ റിസർച്ചർ ഒരു കാര്യം ഒബ്സർവ് ചെയ്യുമ്പോൾ അവിടെ വിത്തൗട്ട് പാർട്ടിസിപ്പേഷനിലായിരിക്കുള്ളൂ നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ വരുന്നത്. ഇനി കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്താണ്? കൺട്രോൾഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ റിസർച്ചർ ഒബ്സർവേഷൻ നടത്തുന്നതാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്താണ്? നാച്ചുറൽ സെറ്റിംഗ്സിൽ വിത്തൗട്ട് എന്താണ് കൺട്രോൾ ഒന്നും ഇല്ലാതെ അൺകൺട്രോൾഡ് ആയിട്ട് നിയന്ത്രിതമായിട്ട് നടത്തുന്ന നിരീക്ഷണമാണ് എന്ത്? അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 4 മനസ്സിലായോ? ഒന്ന് എഴുതിയ ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കിയേ.
ഓക്കെ, വായിച്ചോ? ഒരു 4 ഒബ്സർവേഷനും ഒരു 4 പേര് വെച്ച് ഒന്ന് പറയാമോ? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഒരാളൊന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അത് വായിച്ചാലും മതി. Participant observation. A method of data collection where researcher participant in the activity being studied. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആള് പറയും. 2. Non-participant observation. A method of data collection where the researcher observe participants without participating. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് A method of data collection where the researcher observe the participants in a controlled environment. ഓക്കെ, Fourth one, uncontrolled observation. A method of data collection where the researcher observe participants in a natural settings. ഓക്കെ, വെരി ഗുഡ്. യെസ്, നിങ്ങൾക്ക് 4 മനസ്സിലായോ? 4 കാറ്റഗറീസും. Yes, miss. ഓക്കെ, എന്തോ ഇതിൽ പറഞ്ഞോ? മിസ് മനസ്സിലായെന്നാ പറഞ്ഞേ. ഓക്കെ, യെസ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻസ് അതിൽ ഉണ്ടാവും. യെസ്, ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത മെത്തേഡ് ആണ്. നമ്മൾ 2 മെത്തേഡ് പഠിച്ചു. ഏതൊക്കെയാണ്? നമ്മൾ ഇൻട്രോസെപ്ഷൻ പഠിച്ചു, ഒബ്സർവേഷൻ മെത്തേഡ് പഠിച്ചു. ഇനി നെക്സ്റ്റ് വരുന്നത് ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ്. ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ്. Okay. The clinical method is used for studying the behavior of. ഒരാളൊന്ന് വായിക്കോ? കംപ്ലീറ്റ് ആയിട്ട് ഒന്നാളെ വായിച്ചേ. Clinical case study method. The clinical method is used for studying the behavior problems of a maladjusted or abnormal individual. In this, the term case is used to denote an individual facing problems that could be solved only on the basis of detailed study. A child who is socially maladjusted or emotionally destroyed, experiencing difficulty in their school subject is a clinical case. A clinical study is an in-depth study of the case in all its details. Hence, clinical methods are also known as case study or case history method. വെരി ഗുഡ്. നമുക്ക് നോക്കാം, വളരെ എളുപ്പമുള്ള ഒരു മെത്തേഡ് ആണത്. ക്ലിനിക്കൽ മെത്തേഡ് യൂസ്ഡ് ഫോർ സ്റ്റഡിയിങ് ദ ബിഹേവിയർ പ്രോബ്ലംസ് ഓഫ് എ മാലഡ്ജസ്റ്റഡ് ഓർ അബ്നോർമൽ ഇൻഡിവിജ്വൽ. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഠനം നടത്തുന്നത്. അതായത് തെറ്റായ അല്ലെങ്കിൽ അസാധാരണമായ വ്യക്തിയുടെ പെരുമാറ്റ പ്രശ്നങ്ങള് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെ, അസാധാരണ എന്ന് വെച്ചാൽ അബ്നോർമൽ ആയിട്ട് അല്ലെ, അല്ലെങ്കിൽ മാലഡ്ജസ്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ അവരുടെ ബിഹേവിയർ പ്രോബ്ലം, അവരുടെ പെരുമാറ്റത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്, ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, in this term case is used to denote an individual facing problem that could be solved only on the basis of detailed study. The term case is used to denote individual facing problems. നമ്മൾ ആ കേസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം, ഒരാളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുകയാണ് അല്ലെ. കേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡി ആയിരിക്കും അല്ലെ. ഒരു ഇൻഡിവിജ്വല് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഒരു വ്യക്തി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ അത് സോൾവ് ചെയ്യണമെങ്കിൽ എന്താണ്? നമ്മൾ ആളെ കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ആളെ എന്താണ്, ആളുടെ നേച്ചർ എന്താണ്, ആളുടെ പാസ്റ്റ് എന്താണ്, ആളെ എങ്ങനെയാണ് ഇപ്പൊ പ്രസന്റിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് അറിയണമെങ്കിൽ നാളെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം അല്ലെ. എങ്കിൽ മാത്രമേ അയാൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. ആളെ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റണം. അപ്പൊ
A child who is socially maladjusted or emotionally distraught, experiencing difficulty in the school subject is a clinical case. അപ്പൊ നമ്മൾ ഒരു ക്ലിനിക്കൽ കേസ് ആയിട്ട് എങ്ങനെയാണ് ഒരാളെ കൺസിഡർ ചെയ്യുന്നത്? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ആൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്? A child who is socially maladjusted or emotionally distraught എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി സാമൂഹ്യമായി പൊരുത്തപ്പെടാതെയോ അല്ലെ, ഇപ്പൊ ഒരു കുട്ടി സാമൂഹ്യമായി പൊരുത്തപ്പെടാതെ അല്ലെങ്കിൽ വൈകാരികമായിട്ട് തകർന്ന് ഇമോഷണൽ ഡിസ്ട്രോയിഡ് ആയിട്ടുള്ളവരോ അങ്ങനെയുള്ളവരിലാണ് നമ്മൾ അങ്ങനെ ഉള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ അതിനൊരു ക്ലിനിക്കൽ കേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ശ്രദ്ധിക്കൂ, സോഷ്യലി മാലഡ്ജസ്റ്റ് ആയിട്ടുള്ള കുട്ടിയോ അല്ലെങ്കിൽ ഇമോഷണലി വീക്കായ അല്ലെങ്കിൽ ഇമോഷണലി തകരാറിലായ ഒരു കുട്ടിയോ അങ്ങനെയുള്ള കേസസിനെയാണ് നമ്മൾ ക്ലിനിക്കൽ കേസസ് ആയിട്ട് എടുക്കുന്നത്. മനസ്സിലായോ? അതായത് സാമൂഹ്യമായി പൊരുത്തപ്പെടാത്തതോ വൈകാരികമായി തകർന്നതോ ആയ ഒരു കുട്ടിയുടെ വിഷയത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടല്ലോ, ആ കുട്ടിക്ക് എന്തോ ഫേസ് ചെയ്യുന്നുണ്ട് ആ കുട്ടിയുടെ പ്രോബ്ലം. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മളൊരു ക്ലിനിക്കൽ കേസ് സ്റ്റഡി ആയിട്ട് ഉപയോഗിക്കുന്നത്. ആ കുട്ടിയുടെ മാത്രം പ്രശ്നത്തിനെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. ഓക്കെ, അത്രയും മനസ്സിലായോ പറഞ്ഞത്? എന്താണ് ക്ലിനിക്കൽ കേസ് എന്ന്? Okay, a clinical study is an in-depth study of the case in all its details. Hence, clinical methods are also known as case study or case history method. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലെ, ഒരാളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൽ നിന്ന് എന്താണ് ഒരു അർത്ഥം മനസ്സിലാക്കേണ്ടത്? ക്ലിനിക്കൽ സ്റ്റഡി is an in-depth study of the case all its details. അതായത് ഒരാളെ കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള പഠനമാണ്. ഇൻഡെപ്ത് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയെ കുറിച്ചിട്ട് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കാൻ പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം അല്ലെ. ആളെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസും ആഴത്തിൽ മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ ക്ലിനിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി ഈ ക്ലിനിക്കൽ മെത്തേഡ്സിൽ ഇതിനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയാം, അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി മെത്തേഡ് എന്നും രണ്ട് രീതിയിൽ ഇതിനെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ എന്താണ് ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്? യൂസ്ഡ് ഫോർ സ്റ്റഡിങ് ദ ബിഹേവിയർ പ്രോബ്ലംസ് ഓഫ് മാലഡ്ജസ്റ്റഡ് ഓർ അബ്നോർമൽ ഇൻഡിവിജ്വൽ. ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ അല്ലെങ്കിൽ മാലഡ്ജസ്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ ബിഹേവിയർ പ്രോബ്ലംസിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഇൻഡിവിജ്വൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് അതിന്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് ഇത് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ക്ലിനിക്കൽ കേസ് നമുക്ക് എങ്ങനെ എടുക്കാം? ക്ലിനിക്കൽ കേസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? A child who is socially maladjusted or emotionally distraught, experiencing difficulty in the school subjects is a clinical case. അപ്പോ ഒരു കുട്ടി എന്താണ് എങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ് പറയുന്നത്? സാമൂഹ്യമായി പൊരുത്തപ്പെടാത്തോ വൈകാരികമായി തകർന്ന ഒരു കുട്ടി തന്റെ സ്കൂൾ വിഷയത്തിൽ, അപ്പൊ ഏതെങ്കിലും ഒരു സബ്ജക്ട്സിലായിരിക്കും കുട്ടി ചിലപ്പോൾ വീക്ക് ആയിരിക്കുന്നത് അല്ലെ. മാത്രമല്ല സബ്ജക്ട്സിൽ മാത്രമല്ല, അവൻ സമൂഹത്തിനോട് പൊരുത്തപ്പെടുന്നില്ല, ഇമോഷണലി തകർന്ന ഒരു കുട്ടീനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഒരു കേസ് സ്റ്റഡി ആയിട്ട് കണക്കാക്കുന്നത്. അപ്പൊ വിഷ്ണു എന്നൊരു കുട്ടിക്ക് ഇത്തരം പ്രോബ്ലം ഉണ്ട്. അപ്പൊ വിഷ്ണു ആണ് നമ്മുടെ കേസ് സ്റ്റഡിയിലെ, വിഷ്ണുവിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് എന്താ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് മുറിയിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഇത്രയും ഡിസ്ട്രോയിഡ് ആയിട്ടിരിക്കുന്ന കുട്ടികളെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കേസ് സ്റ്റഡി നടത്തണമെങ്കിൽ അവന്റെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അവനെ കുറിച്ച് ആഴത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവൻ എങ്ങനെയാണ്, അവന് മൊത്തത്തിൽ അവന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തിട്ട് അവനെ ഒബ്സർവ് ചെയ്യുക. ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ വന്നെന്നിരിക്കും. ചിലപ്പോൾ ഒരു കുട്ടികളെ ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ പോലും പറ്റിയെന്ന് വരില്ല. ചില പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ പോലും പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ കേസസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു മിക്കതിലും നമുക്ക് എന്താണ്, ഒരു മാസത്തിനുള്ളിലോ 2 മാസത്തിനുള്ളിൽ അവന്റെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ മാക്സിമം പോയത് 6 മാസം ഒബ്സർവ് ചെയ്തിട്ട് ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് ടീച്ചേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ എന്ത് പറയുന്നത്? ഇൻഡെപ്ത് സ്റ്റഡി, കേസ് സ്റ്റഡി. അപ്പൊ എന്താന്ന് പറയണം? ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇൻഡെപ്ത് സ്റ്റഡി മീൻസ് ആഴത്തിലുള്ള ഒരു പഠനമാണ്, ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള ആഴത്തിലുള്ള ഒരു പഠനമാണ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡിനെ നമ്മൾ 2 രീതിയിൽ പറയുന്നുണ്ട്. ഒന്ന് എന്താണ്? ക്ലിനിക്കൽ സ്റ്റഡി എന്നും കേസ് സ്റ്റഡി എന്നും കേസ് ഹിസ്റ്ററി മെത്തേഡ് എന്ന രീതിയിൽ പല പേരുകളും ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടെത്തിരിക്കാം കേട്ടോ. 3ഉം ഒന്ന് തന്നെയാണ്. ഓക്കെ,
മനസ്സിലായോ? Yes, miss. ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലാവണുണ്ടോ നിങ്ങൾക്ക്? Yes, miss. ഉണ്ട് മിസ്സേ, ഉണ്ട്. ഓക്കെ. അപ്പൊ ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഇതേപോലെ കുട്ടികൾ അങ്ങനെ കാണുകയാണെങ്കിൽ സമയത്ത് ഒന്ന് കേസ് സ്റ്റഡി ഒക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ അത് ചെയ്യുന്നതിനെ കുറിച്ച് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നില്ല, എന്താണെന്ന് മാത്രം ഇവിടെ പറയുന്നുള്ളൂ. ചെയ്താൽ നല്ലതായിരിക്കും. ഒരു കുട്ടീനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു അവസരമാണ്. അങ്ങനെ നമ്മളിൽ തന്നെ ഒരുപാട് ക്രിയേറ്റീവ്സ് ആയിട്ട് കുറെ കാര്യങ്ങൾ വരും. നമ്മൾ അങ്ങനെ പഠനങ്ങൾ ഇപ്പൊ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ആയിക്കോട്ടെ, ഒബ്സർവേഷൻ ഓൾറെഡി നമുക്ക് നടക്കും അല്ലെ. ഈ 4 ഒബ്സർവേഷൻ നമ്മൾ ചെയ്യാറുള്ളതാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം 4 ഒബ്സർവേഷനിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ. ഏറ്റവും കൂടുതൽ അധ്യാപകര് ചെയ്യുന്ന ഒരു ഒബ്സർവേഷനിൽ ഏതായിരിക്കും എന്നൊന്ന് പറയാമോ? ഏതായിരിക്കും നിങ്ങളുടെ ഒരു അഭിപ്രായത്തില്? ഏറ്റവും കൂടുതൽ അധ്യാപകര് ചെയ്യുന്ന ഒരു ഒബ്സർവേഷൻ ഇതിൽ ഏതാണ്? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ് അല്ലെ. നമ്മള് ആ സ്കൂൾ സെറ്റിംഗ്സിലായതുകൊണ്ട് തന്നെ എപ്പോഴും എന്താണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനിലാണ്. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷന് ശേഷം രണ്ടാമത്തെ കാറ്റഗറിയിൽ നമുക്ക് ഏത് ഉൾപ്പെടുത്താൻ പറ്റില്ല? Controlled ആണോ? യെസ്, കൺട്രോൾഡ് ഒബ്സർവേഷൻ ഉൾപ്പെടുത്താം. ബാക്കിയുള്ളതെല്ലാം അതിന് താഴെ വരുന്നതാണ് അല്ലെ. ബാക്കിയുള്ളതെല്ലാം അതിന് താഴെയാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് നമ്മള് ഏറ്റവും കൂടുതൽ അധ്യാപകർ ചെയ്യുന്നത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ്. ഓക്കെ, യെസ്. അതിന് ഉദാഹരണമാണ് നമ്മുടെ സ്കൂൾ സെറ്റിംഗ്സ്, ക്ലാസ് മുറിയൊക്കെ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, യെസ്. ഇനി വരുന്നത് എക്സ്പീരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ് ആൻഡ് സർവേ മെത്തേഡ്, then techniques and tools education psychology. ഞാനൊരു ടാസ്ക് തരട്ടെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം കേട്ടോ. പറ്റുമെന്ന് നോക്കാം. എക്സ്പീരിമെന്റൽ മെത്തേഡ് എന്താണെന്നൊന്ന് കണ്ടെത്തി കൊണ്ടുവരാൻ പറ്റുമോ? എക്സ്പീരിമെന്റൽ മെത്തേഡ് ഇതിൽ നോക്കാം. ഇതിലൊക്കെ ഒരു ആക്ടിവിറ്റി പോലെ ചെയ്താൽ മതി, നോട്ട്ബുക്കിൽ തന്നെ രേഖപ്പെടുത്തിയാൽ മതി. വാട്ട് ഈസ് എക്സ്പീരിമെന്റൽ മെത്തേഡ് ഓർ സയന്റിഫിക് മെത്തേഡ്? അപ്പൊ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തി അതൊന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അതൊന്ന് 1, 2, 3 പേരൊന്ന് വായിക്കുക. എല്ലാവരും എഴുതണം, പക്ഷെ 2, 3 പേരൊന്ന് വായിച്ചാൽ മതി. ഓക്കെ, കേട്ടോ? ആക്ടിവിറ്റി ആണോ മിസ്? ആക്ടിവിറ്റിയാണ് എക്സ്പീരിമെന്റൽ മെത്തേഡ് എന്താണ്? ഇവിടെ ടെക്സ്റ്റ് വായിച്ചു നോക്കിക്കോളൂ, വേണ്ടാന്ന് പറയുന്നില്ല. ടെക്സ്റ്റ് വായിച്ചു നോക്കാം. അല്ലാതെ ഒരു 1.5 പേജ് അല്ലെങ്കിൽ ഒരു പേജ് കവിയുന്നത്ര നിങ്ങൾ എക്സ്പീരിമെന്റൽ മെത്തേഡ് എന്താണെന്നൊന്ന് കണ്ടെത്തിക്കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, ഓക്കെ. ഇനി പറ്റിയുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ചിലരോട് പറഞ്ഞാൽ മതി, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നോളാം. പറ്റും, നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും കേട്ടോ. പിന്നെ വരുന്നത് സർവേ മെത്തേഡും ടെക്നിക്സും ആണ്. അത് ഞാൻ പറഞ്ഞു തന്നോളാം. അത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലതില്ല കേട്ടോ. സർവേ മെത്തേഡ് എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്? അന്ന് പറഞ്ഞേക്കാം, അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തേക്കാം. Differential methods are based upon individual difference. It's sometimes called statistical method for the reason that statistical techniques become the major devices for studying individual difference. അപ്പോൾ സർവേ മെത്തേഡ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കൂടുതൽ ടെക്നിക്കൽ ആയിട്ട് കണ്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സർവേ മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ സർവേ ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മൾ സർവേ ചെയ്യുന്നത്? സർവേ കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? This method utilizes various techniques of controlling data. നമ്മുടെ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് സർവേ ചെയ്യുന്നത്. അപ്പൊ ഡാറ്റ എങ്ങനെ കണ്ടക്ട് ചെയ്യും? നമ്മള് ക്വസ്റ്റ്യനേഴ്സ് ഉണ്ടാക്കും അല്ലെ. ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടോ ഇല്ലയോ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ബബിൾ ചെയ്യാനോ ടിക്ക് ചെയ്യാനോ ഒക്കെ വെച്ചിട്ട് നമ്മൾ സർവേ ചെയ്യും. ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ട് അല്ലെ, കുറെ ക്വസ്റ്റ്യൻസ് കൊടുക്കും. മാക്സിമം ഒരു 15 അല്ലെങ്കിൽ 20, 25 ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിട്ട് എന്താണ് questionnaire observation interview and use of statistics in analyzing data. അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ചിട്ട് സർവേ നടത്തും, അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവേഷൻ ചെയ്യും. ഒബ്സർവേഷൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോകും. നമ്മൾ പോയി
ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് അല്ലെ. ക്വസ്റ്റ്യനെയറിൽ നമ്മൾ കൊടുത്തിട്ട് അവരോട് ടിക്ക് ചെയ്യാൻ പറയും. ഏതാണ് നിങ്ങളുടെ ആൻസർ എന്ന് വെച്ചാൽ ടിക്ക് ചെയ്യാൻ പറയും. ഒബ്സർവേഷൻ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഒബ്സർവേഷൻ ഇന്റർവ്യൂ നമ്മൾ അവിടെ പോയി നിന്നിട്ട് ചോദിക്കും. കണ്ടിട്ടില്ലേ നമ്മളെ സർവേക്ക് വീട്ടിൽ ആൾക്കാർ വരുന്ന കണ്ടിട്ടില്ലേ? അവര് നമ്മളോട് ഒബ്സർവ് ചെയ്ത് ചോദിക്കും, ഇന്ന കാര്യങ്ങളാണോ, അങ്ങനെയാണോ, ഇങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് എത്ര നമ്മുടെ എത്ര ദിവസം എത്ര പേർക്ക് കൂടെ പനി വരാറുണ്ട്, ഇപ്പൊ സാംക്രമിക രോഗങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ പോലെ ആരോഗ്യപരമായിട്ടൊന്നും നമ്മുടെ വീട്ടിൽ സർവേ ചെയ്യുന്നവരുണ്ടാവും ഇല്ല. അപ്പൊ അവര് നമ്മളോട് ചോദിക്കും, അവര് തന്നെ രേഖപ്പെടുത്തും. അങ്ങനെയും നടക്കുന്നുണ്ട്. കാരണം ഒബ്സർവേഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത് അവിടെ ഒരു കോമ ഉണ്ട് കേട്ടോ. ക്വസ്റ്റ്യനെയർസ് കഴിഞ്ഞിട്ട് ഒരു കോമയുണ്ട്. അപ്പോ ഈ ഒബ്സർവേഷനിലൂടെയും ക്വസ്റ്റ്യനറിലൂടെ ഒക്കെ കൂടിയാണ് നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താണ് അതിൽ നമുക്ക് കുറെ ഡീറ്റെയിൽസ് കിട്ടും. അതാണ് ആ ഡാറ്റ എന്ന് പറയുന്നത്. ആ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അവർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് നമ്മുടെ ഡാറ്റ. അത് വെച്ചിട്ടാണ് നമ്മൾ ഏതാണോ ടോപ്പിക് അതിനെ അതിലെ ആ ആൻസറിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെയാണ് നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ കുട്ടികളുടെ പ്രോബ്ലംസിനെ പറ്റിയാണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ പറ്റിയിട്ടാണ് നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു ഉൾപ്പെടുത്തുന്നത്. അതുവഴി നമ്മൾ ക്വസ്റ്റ്യനെയർ സംഘടിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒബ്സർവേഷൻ ചെയ്യുന്നു. എന്നിട്ട് അതിൽ എന്താണോ ആൻസറിൽ വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എസ് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായിരിക്കും സർവേയിൽ ഏറ്റവും കൂടുതൽ ഗ്രേഡ് പോയിന്റ് നിൽക്കുന്നത്. ഓക്കെ. സർവേ എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു എസ് പറയാൻ മടിയാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ സിംപിളി നമ്മുടെ ലൈഫ് സിറ്റുവേഷനിൽ നടക്കുന്നതാണ് സർവേ ഒക്കെ അല്ലെ. സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടാവാനെങ്കിലും ഒക്കെ. ഓക്കെ. അപ്പൊ അത് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. മിസ്, ഞങ്ങൾക്ക് ജിഷ ടീച്ചർ ഒരു സർവേ തന്നിട്ടുണ്ട്. കണ്ടക്ട് ചെയ്തോ? ചെയ്തില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അറിയാലോ അതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണെന്ന് മാർക്ക് ചെയ്യുന്നതെന്നൊക്കെ അറിയാലോ. അറിയാം. അതന്നെ. ഓക്കെ. അത്രേ ഉള്ളൂ കേട്ടോ. ഇതും കൂടെ ഒന്ന് പറയട്ടെ. ടെക്നിക്സ് ആൻഡ് ടൂൾസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. Selection of suitable techniques and tools help the investigator in exploring the diverse strands of the study and sufficient measures so as to satisfy the needs. ഇനി ടെക്നിക്സ് ആൻഡ് ടൂൾസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. നമ്മുടെ എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരുപാട് ഇപ്പൊ മെത്തേഡ്സ് കൂടാതെ തന്നെ ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ടെക്നിക്സും ടൂൾസുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സഫീഷ്യന്റ് ആയിട്ട് നമ്മൾക്ക് കുറെ കാര്യങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടി, നീഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നു. പ്രോസസ് ഒരു ടീച്ചിങ് മെത്തേഡിൽ നമ്മൾ പല ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നു. ടെക്നിക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നതില്? എന്തൊക്കെ വരുന്നുണ്ട്? അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തുന്നു നമ്മൾ അല്ലെ. അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തുന്നു, ഇന്റലിജൻസ് ടെസ്റ്റ് നടത്തുന്നു, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പിന്നെന്താണ്? These are the different types of techniques. ഈ ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ അച്ചീവ്മെന്റ് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു കുട്ടിയുടെ എത്രത്തോളം അച്ചീവ്മെന്റ് നേടി. ഇനി അതേപോലെ തന്നെ ഇന്റലിജൻസ് ടെസ്റ്റ്, അപ്പൊ അവൻ എത്രത്തോളം ഇന്റലിജൻസ് ഉണ്ട് എന്നത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇന്റലിജൻസ് ടെസ്റ്റുകൾ കണ്ടെത്തുന്നത്. അതുപോലെ പേഴ്സണാലിറ്റി ടെസ്റ്റ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്തിനു വേണ്ടിയാണ് നമ്മൾ നടത്തുന്നത്? പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? കുട്ടികളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി. പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്നത്. ആപ്റ്റിറ്റ്യൂഡ് സ്കെയിൽ എന്താണ്? ആപ്റ്റിറ്റ്യൂഡ് അഭിരുചി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. എന്റെ സ്കിൽസ് ആണ് കണ്ടെത്തുന്നത്. ആറ്റിറ്റ്യൂഡ് സ്കെയിൽ എന്താണ്? അപ്പോ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് മനോഭാവം അളക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അവരുടെ മനോഭാവം. അഭിരുചി മീൻസ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് എന്താണ്? മനോഭാവം അല്ലെ. അപ്പോ ഈ ടൂൾസ് ആൻഡ് ടെക്നിക്സുകളാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? ആപ്റ്റിറ്റ്യൂഡ് സ്കെയില്, ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്. അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞെന്നുള്ളൂ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേട്ടോ. അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റസ്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റസ്.
പിന്നെ ഇതൊക്കെ അളക്കുന്നതിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കെയിലുകളുണ്ട്. നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അളക്കുന്നതിന് നോർമൽ പ്രോബബിലിറ്റി കർവ് എന്നൊക്കെ പറഞ്ഞ ഒരു കർവ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലേ എടുക്കാനുള്ളത് അല്ലേ? അതെ അതെ. അതെ, ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് സയന്റിഫിക് മെത്തേഡ് എന്നൊന്ന് കണ്ടെത്തി കൊണ്ടുവരാം കേട്ടോ. കണ്ടെത്തി കൊണ്ടുവന്നാൽ മാത്രം പോരാ, ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും വേണം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഗീത കയറിയില്ലല്ലേ ഇന്ന് ക്ലാസ്സില്? ഇല്ല, ഇന്ന് കയറി കണ്ടില്ല. ഓക്കെ, ശരി. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു.